ജെറൂസലം മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നെഹെമ്യാ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? യെരൂശലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 അപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ ഭവനം ഇവാഞ്ചലൈസ് ചെയ്യണം, എൻ്റെ മക്കളെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇവാഞ്ചലൈസ് ചെയ്യണം, എൻ്റെ അയൽക്കൂട്ടങ്ങളെ ഇവാഞ്ചലൈസ് ചെയ്യണം, എൻ്റെ ഇടവകയെ ഇവാഞ്ചലൈസ് ചെയ്യണം, എൻ്റെ ജോലി സ്ഥലത്തെ അല്ലെങ്കിൽ ഞാൻ വ്യാപരിക്കുന്ന ഇടങ്ങളെ ഇവാഞ്ചലൈസ് ചെയ്യണം. അവിടെ ഒന്നും ഇവാഞ്ചലൈസ് ചെയ്യാതെ നമ്മൾ വലിയ വലിയ ഇവാഞ്ചലൈസറായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ ആൾക്കൂട്ടങ്ങളോട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ എങ്ങും പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഉള്ള യഥാർത്ഥത്തിലുള്ളൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. യഥാർത്ഥത്തിലുള്ളൊരു മാറ്റം, വ്യക്തിപരമായ ഒരു മാറ്റം എന്നിലും നിന്നിലും യേശു ആരാണ് എന്ന് ബോധ്യത്തോടു കൂടിയുള്ള ആ ഒരു യേശു ജീവിതം നയിച്ചാൽ മാത്രം ഇറ്റ്സ് എ പേഴ്സണൽ വിറ്റ്നസ്. ഇന്നത്തെ കാലത്ത് പേഴ്സണൽ വിറ്റ്നസ് ഇല്ലാതെ ഒരാളും യേശുവിനെ അറിയാൻ പോകുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ കൺവെൻഷൻ കൊണ്ട് എല്ലാവരും യേശുവിനെ അറിയുന്നു. കൺവെൻഷനിലെ ആളുകൾ ഓടിക്കൂടുന്നത് അവർക്ക് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എളുപ്പ വഴികൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബുദ്ധിമുട്ടി അവർക്ക് ഒന്നും വേണ്ട, എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കണം, എളുപ്പത്തിൽ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ സ്ഥലങ്ങളിൽ ഓടിക്കൂടുന്ന ജനങ്ങളെ കണ്ടിട്ട് അവരെല്ലാവരും യേശുവിനെ അറിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുന്നതിൽ അർത്ഥമില്ല. യേശുവിനെ അറിയുകയും യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നത് വരെ നമ്മിൽ ഉള്ള ഇവാഞ്ചലൈസിങ് ഓബ്ലിഗേഷൻ പൂർണ്ണമാകുന്നില്ല. ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യലല്ല നമ്മുടെ പണി, ഒരു ഫോർമേഷനാണ്. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് അക്ഷരം പറഞ്ഞു കൊടുത്തിട്ടാണോ? ഒരിക്കലുമല്ല. അവരുടെ പിതാവിൻ്റെ മാതാവിൻ്റെ മുഖത്ത് നിന്നാണ് പഠിക്കുക, ഗുരുമുഖത്ത് നിന്നാണ് പലതും പഠിക്കുക.
നല്ലതാണേലും ചീത്തയാണേലും. അവർ പഠിക്കുന്നത് പറഞ്ഞു കേട്ട കാര്യങ്ങളല്ല, നേരിൽ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പം യേശുവിനെ എനിക്കോ നിങ്ങൾക്കോ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിനല്ലേ നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? അതിന് മാത്രം നമ്മൾ വിളിച്ചിരിക്കുന്നത്. യു ആർ സെൻറ്റ് ടു സ്പീക്ക് അബൌട്ട് മീ, to communicate me and to transmit me and to take others to me. അതിനാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ എന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, യേശുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഇടയനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, ആ ഇടയനിലേക്ക് വരത്തക്ക രീതിയിൽ. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഇവന് വഴി അറിയാമോ? ഇവൻ വഴിയാണോ പോകുന്നത്? ഇവൻ വഴി കാണിച്ചു കൊടുക്കുന്നവനാണോ? ഇവൻ വഴിയുടെ അവസാന ലക്ഷ്യത്തിലെത്തിക്കുമോ? 4 ചോദ്യങ്ങളെ നമ്മളെക്കുറിച്ച് ആളുകൾ ചോദിക്കുകയുള്ളൂ. ഇയാളുടെ കൂടെ കൂടിയിട്ട് എൻ്റെ ആത്മരക്ഷ സാധിക്കുമോ? വഴി അറിയാമോ? വഴിയെ പോകുമോ? വഴി കാണിച്ചു തരുമോ? വഴിയുടെ അവസാനം ലക്ഷ്യത്തിലെത്തിക്കുമോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള 4ാമത്തെ ചലഞ്ച്. അപ്പോൾ നമ്മൾ എത്ര വലിയ വേലയിലൊക്കെ ഏർപ്പെട്ടാലും ആത്യന്തികമായിട്ട് യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, എൻ്റെ കൂടെ ഉണ്ട്. എന്നിൽ രൂപപ്പെട്ട യേശുവാണ് ഞാൻ ഈ പറഞ്ഞും പകർന്നും കൊടുക്കുന്നത്. യേശുവിനെ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല, യേശുവിനെ പകർന്നു കൊടുക്കാനാണ് ബുദ്ധിമുട്ട്. പറഞ്ഞു കൊടുക്കുന്ന യേശു സ്വീകൃതനാവില്ല, പകർന്നു കൊടുക്കുന്ന യേശുവാണ് സ്വീകൃതനാവുകയുള്ളൂ. യേശുവിനെ പകർന്നു കൊടുക്കണം. യേശുവിനെ പകർന്നു കൊടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യരോട് സൗഹാർദ്ദതയോടെ, സ്നേഹത്തിലും സന്തോഷത്തിലും ശാന്തിയിലും വസിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത്. നമ്മൾ യേശുവിൻ്റെ കുത്തക അവകാശപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ മനസാക്ഷിയോട് നീതി പുലർത്താനും നമ്മുടെ പൊതുസമൂഹത്തോട് മാന്യതയിലും പൊതുസമൂഹത്തോട് സമാധാനത്തിലും പൊതുസമൂഹത്തോട് ശാന്തതയിലും പൊതുസമൂഹത്തോട് സന്തോഷത്തിലും വർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, അവിടെയെല്ലാം നമുക്ക് സംഘർഷമാണ് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം യേശു നമ്മിൽ രൂപപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. എന്നിൽ രൂപപ്പെടാത്ത യേശുവിനെ ഒരിക്കലും എനിക്ക് ഒരാൾക്ക് പരിചയപ്പെടുത്താൻ പറ്റില്ല. എന്നിൽ യേശു രൂപപ്പെട്ടോ ഇല്ലയോ എന്ന് എൻ്റെ ചുറ്റുമുള്ളവർ അറിയുന്നത് ഇപ്രകാരം ഞാൻ സംഘർഷരഹിതനായി ജീവിക്കുന്നുണ്ടതിനെ ആശ്രയിച്ചാണ്. ഞാൻ സംഘർഷരഹിതനായി ജീവിക്കുന്നുണ്ടെന്നുള്ളത്. ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് സേവനം ചെയ്യുന്ന ഒരു സ്ഥലത്ത്, യേശുവിനെ അധികം അറിയാത്തൊരു സ്ഥലത്ത് 3 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ആ 3 ഗ്രൂപ്പുകളും തമ്മിൽ അടിയാണ്. 3 ഗ്രൂപ്പുകളും യേശുവിൻ്റെ വലിയ വക്താക്കളാണ്. അവർ സ്വന്തമായിട്ട് യേശുവിനെ സ്വന്തം ഭവനത്തിൽ ഉൾപ്പെടെ ആരാധിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് പോലും ആരാധിക്കുന്ന ഗ്രൂപ്പുകളാണ്. അവർ പോലും തമ്മിൽ ഒറ്റക്കൊടുക്കും കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ആ പ്രിയപ്പെട്ട ഒരാൾ വിളിച്ച് ചോദിച്ചു, ഇതാണ് യേശുവിനെ കുറിച്ചുള്ള ഇവിടെ കൊടുക്കുന്ന സാക്ഷ്യം. യേശുവിനെ 1% പോലും ആളുകൾ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലത്ത് ഇപ്രകാരം ഗ്രൂപ്പ് തിരിഞ്ഞ് യേശുവിൻ്റെ ആ ഒരു സ്വന്തം എന്നുള്ള അവകാശത്തോടു കൂടി ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥ. നമ്മളെല്ലാവർക്കും ഒരേ ഒറ്റ ലക്ഷ്യമല്ലേ ഉള്ളൂ, അല്ലേ? എന്താ ലക്ഷ്യം? സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താ? സ്വർഗം കാണിച്ചു കൊടുക്കണം. അപ്പോൾ സ്വർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമല്ലേ, നടപടിയല്ലേ, ജീവിതക്രമമല്ലേ? ആ സ്വർഗം കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ശുശ്രൂഷയിൽ നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ കൂടെ തന്നെയല്ലേ? ആണ്, ആവണം. നമ്മളെ കൊണ്ടത് പറ്റുന്നില്ല. നമുക്ക് മഹത്വം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ നമ്മുടെ മഹത്വം അന്വേഷിക്കുന്ന ശുശ്രൂഷകളാണ് പലയിടത്തും നമുക്ക് എതിർ സാക്ഷ്യമായി മാറുന്നത്. അപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ച ശുശ്രൂഷ മേഖലയിലെ ഒരു വലിയ എതിർസാക്ഷ്യം എന്ന് പറയുന്നത്, എല്ലാവരും പൊതുവായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന ശുശ്രൂഷകളാണെങ്കിൽ കൂടിയും നമുക്ക് ഒരേ ലക്ഷ്യത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നമ്മൾ കുർബാനയുടെ തുടക്കത്തിൽ അനുരഞ്ജിതരായി തീർന്നിടം എന്നൊരു പാട്ട് പാടുന്നുണ്ട്. അനുരഞ്ജിതരായി തീർന്നി അടുത്തെന്താ? ഒരുമിച്ച് അനുരഞ്ജിതരാണ്. ആരോടാ അനുരഞ്ജനം? ദൈവത്തോടും സഹോദരങ്ങളോടും. സഹോദരങ്ങളോട് അനുരഞ്ജനപ്പെടാതെ ദൈവത്തോട് അനുരഞ്ജനം പൂർണ്ണമാവൂ? ദൈവത്തോട് അനുരഞ്ജനപ്പെടാതെ മനുഷ്യരുടെ മാത്രം പ്രീതിയിൽ അനുരഞ്ജനം പൂർണ്ണമാവൂ? ഇല്ല. അതാണ് തിരിച്ചു വന്നവർക്ക് പറ്റിയത്. അവന് രക്ഷ പൂർണ്ണമായിട്ടും കിട്ടിയില്ല. ഒരുത്തം മാത്രമല്ല തിരിച്ചു വന്നോളൂ, കാരണം അവന് രക്ഷ പൂർണ്ണമായിട്ട് കിട്ടി. മറ്റവർക്കൊക്കെ കാഴ്ച കിട്ടി, ഉൾക്കാഴ്ച കിട്ടിയില്ല. ഇവന് കാഴ്ചയും കിട്ടി, ഉൾക്കാഴ്ചയും കിട്ടി. അപ്പം ദൈവത്തിൻ്റെ
ആ ഒരു ദൈവത്തോടും മനുഷ്യരോടുമുള്ള ഒരു അനുരഞ്ജനം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ശുശ്രൂഷയുടെ മേഖലയിൽ നമുക്ക് പരസ്പരം മത്സരങ്ങൾ ഒഴിവാക്കണം, പരസ്പരം പഴിചാരൽ ഒഴിവാക്കണം. ശുശ്രൂഷയിൽ ആ ഒരുള്ള മോണോപോളി അല്ലെങ്കിൽ എന്താ പറയുക, കുത്തക ഒഴിവാക്കണം. എൻ്റെ ശുശ്രൂഷയുടെ മഹത്വം അല്ലെങ്കിൽ ഞങ്ങളുടെ കേന്ദ്രത്തിൻ്റെ മഹത്വം അതല്ല. ഇവിടെ എല്ലാം പ്രസംഗിക്കപ്പെടുന്ന ആരാ? ഒരേ ഒരാളെ പ്രസംഗിക്കപ്പെടുന്നത്. അതാരാ? യേശു. ആ ഒരേ യേശുവിനെ പ്രഘോഷിക്കുന്ന, ഒരേ യേശുവിനെ അനുധാവനം ചെയ്യുന്ന, ഒരേ യേശുവിൻ്റെ വക്താക്കളായ എല്ലാവർക്കും ഇപ്രകാരം സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, ഒരുമയുടെ, ഐക്യത്തിൻ്റെ ഫലങ്ങൾ ഉളവാക്കാൻ കഴിയണം. അല്ലെങ്കിൽ കൊരിന്തോസിലെ സഭയ്ക്ക് പറ്റിയത് പറ്റും. കൊരിന്തോസിലെ സഭയ്ക്ക് എന്താ പറ്റിയത്? ആദ്യം ഭയങ്കര ഐക്യമായിരുന്നു, എല്ലാവരും ഭക്ഷണം കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചിലർക്ക് തോന്നിയടാ, ചിലർ ഞങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വന്നു. അപ്പോൾ അതുകൊണ്ട് അവരൊരു അമെൻമെൻറ്റ് വരുത്തി. എന്തായിരുന്നു? ഇനി മുതൽ സ്നേഹവിരുന്നുണ്ടാവും, പക്ഷേ അവനവൻ കൊണ്ടുവരുന്നത് അവനവൻ കഴിച്ചാൽ, ഒരുമിച്ചിരുന്ന് കഴിക്കാം, പക്ഷെ അവനവൻ കൊണ്ടുവരുന്നത് അവനവൻ കഴിച്ചാൽ മതി. ഇതാണ് കൊരിന്തോസിലെ സഭ. നിങ്ങൾ ആ ലേഖനം എടുത്ത് വായിച്ചു നോക്കിയാൽ വളരെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നിടത്താണ് ഇങ്ങനെയുള്ള ബലി നിങ്ങൾ അർപ്പിക്കുന്നതിനേക്കാളും ഭേദം അർപ്പിക്കരുതെന്ന് പൗലോസ് അത് അവസാനിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇന്ന ആളുടെ ആളാണ്, ഇന്ന ഗ്രൂപ്പിൻ്റെ ആളാണ്, ഇന്നടുത്ത ആളാണ്, ഇങ്ങനെയുള്ള നമ്മുടെ ഇടയിലുള്ള ഭിന്നിപ്പുകളാണ് ഇന്ന് യഥാർത്ഥത്തിൽ ശുശ്രൂഷയുടെ മേഖലയിലെ തമ്മിലുള്ള ഭിന്നിപ്പുകളാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണത്തിൽ ഈ 14 കൊല്ലം ഞാൻ പരസ്യമായിട്ട് രംഗത്ത് വരാതെ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. കാരണം എൻ്റെ ഉത്തരവാദിത്തം അപ്രകാരമുള്ളൊരു ശുശ്രൂഷയ്ക്ക് എന്നെ ഇപ്പം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിരീക്ഷണം കൂടുതലുണ്ട്. ഈ നിരീക്ഷണം നടത്തുമ്പോൾ ഞാൻ കാണുന്ന ഇതാണ്, നമ്മുടെ ഇടയിലുള്ള ഭിന്നതയും മാത്സര്യവും നമുക്കൊക്കെല്ലാം അജണ്ടകളാണ്. ഈ വാക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കെല്ലാവർക്കും ഓരോരോ അജണ്ടകളാണ്. ഈ അജണ്ട ഇല്ലാതെ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? ഇത് വലിയ എതിർസാക്ഷ്യമാണ്. പൊതുജന സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിഡ്ഢികളാക്കപ്പെടുക ചെയ്യുക. നമ്മൾ വിഡ്ഢികളാകുമ്പോൾ ആരാ അവഹേളിക്കപ്പെടുന്നത്? യേശു അവഹേളിക്കപ്പെടുന്നു. യേശുവിന് അവഹേളനം വരുത്തണോ അപമാനം വരുത്തണോ യേശുവിന് മഹത്വം നൽകണോ? നമ്മൾ നന്നായിട്ട് ഓർക്കേണ്ട ഒരു ഭാഗമാണ്. തീത്തൂസ് എന്ന് പറയുന്ന ഒരു നേതാവിന് പൗലോസ്ലിയ പറഞ്ഞ കാര്യം കൊണ്ട് ഉപദേശിച്ചു കൊടുത്തൊരു ഉപദേശം കൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കും. ഞാൻ അവസാനിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ 5-6 പ്രാവശ്യം പറഞ്ഞാലേ ഞാൻ അവസാനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് 2 ആയിട്ടുള്ളൂ. ഇതൊരു 3 പറയും. തീത്തോസിനോട് പറയുന്നതാണ് 2-ാം അധ്യായം 6-ാമത്തെ. നേതാക്കന്മാരായ നമ്മളെല്ലാവരും തീത്തോസുമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറയുന്നതാണ്, നീ എല്ലാ വിധത്തിലും 2:6 കേട്ടോ, നീ എല്ലാ വിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കണം. എന്തിനാ മാതൃകയായിരിക്കണ്ടേ? എങ്ങനെയാ മാതൃകയായിരിക്കണ്ടേ? എല്ലാ വിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കണം. നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധത എന്തുണ്ടാവണം? നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധത, ഗൗരവബോധം, ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക. ഞാൻ 14 കൊല്ലം ജഡ്ജായിട്ട് ഇപ്പോൾ ആയി ഓരോ സ്ഥലങ്ങളിൽ, കേരളത്തിൽ നിന്ന് പോയി, ഹിമാചലിൽ പോയി, സുപ്രീം കോടതിയിലാണ്. അപ്പം ഈ ഞങ്ങളുടെ ഒരു എൻ്റെ മനസാക്ഷിയിലനുസരിച്ചിട്ടുള്ള എൻ്റെ ഇതനുസരിച്ച്, ഉത്തരവാദിത്വം അനുസരിച്ച്, അല്ലെങ്കിൽ എൻ്റെ പ്രതിജ്ഞ അനുസരിച്ച് എനിക്ക് ആരുമായിട്ടും കേസ് കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. വേറെ ലോകത്ത് ഏത് വിവരങ്ങളും സംസാരിക്കാം, കേസ് കാര്യങ്ങൾ മാത്രം എനിക്ക് സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ജഡ്ജി ഒരിക്കലും ഒരു കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഒരു നിയമപ്രശ്നം ഉപദേശം കൊടുക്കാനും പാടില്ല. 2 കാര്യങ്ങളാണ് ജഡ്ജ് ചെയ്യേണ്ടത്. അതെൻ്റെ ഒരു മനസാക്ഷിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഒരു ദിവസം ഒരാൾ പിന്നെ എന്നെ ആരും ഇതേവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ പറയും ഇതാണ് ചെയ്യാൻ പാടില്ലാത്തത്, എൻ്റെ ആത്മാവിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയും, ബുദ്ധിമുട്ട്. പക്ഷെ ഒരാൾ എന്നോട് തർക്കിച്ചിട്ട് പറഞ്ഞു, എന്നാലും അതെന്താ സാറേ അങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞു, അതെൻ്റെ മനസാക്ഷിയുടെ പ്രശ്നം. അതെന്താ സാറേ അങ്ങനെ? അതെന്തിനും മനസാക്ഷി? സ്വന്തക്കാരൻ്റെ ഒരു കാര്യം വന്നപ്പോൾ സാറെന്തേ മനസാക്ഷിയുടെ കാര്യം പറഞ്ഞു? എന്താ പറഞ്ഞത്? സ്വന്തക്കാരൻ്റെ ഒരു കാര്യം വന്നപ്പോൾ സാറെന്താ മനസാക്ഷിയുടെ കാര്യം പറഞ്ഞു? അപ്പോൾ നമ്മുടെ മനസാക്ഷി എന്ത് മനസാക്ഷിയാണ്? വലിച്ചാൽ നീളുകയും വളച്ചാൽ വളയുകയും തിരിച്ചാൽ തിരിയുകയും ആട്ടിയാൽ ആടുകയും ചെയ്യും. അത് കർത്താവിന് സ്വീകാര്യമായ മനസാക്ഷിയല്ല. കർത്താവിന് സ്വീകാര്യമായ മനസാക്ഷി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ
ഒരേപോലെയുള്ള തുറവി പുലർത്തുന്ന മനസാക്ഷിയാണ്. അത് നമ്മുടെ എങ്ങനെ നമ്മൾ ഉരച്ചു നോക്കിയാലും, കണ്ണുരച്ച് നോക്കിയാലും ക്ലീൻ, മൂക്കുരച്ച് നോക്കിയാലും ക്ലീൻ, മനസ്സുരച്ച് നോക്കിയാലും ക്ലീൻ, കാലുരച്ച് നോക്കിയാലും ക്ലീൻ, വാക്കുരച്ച് നോക്കിയാലും ക്ലീൻ, നാക്കുരച്ച് നോക്കിയാലും ക്ലീൻ. അങ്ങനെ നമ്മളെ ഉരച്ചു നോക്കുമ്പോൾ ഇത് മാറ്റ് ഒരുപോലെ തന്നെയാണ് എന്ന്, ഒരേ മാറ്റാണ് എന്ന് കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷകൾക്ക് ജനത്തിൻ്റെ മധ്യത്തിൽ ഒത്തിരി സ്വീകാര്യത ഉണ്ടാവും. ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ ശുശ്രൂഷ സ്വീകരിക്കപ്പെടാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ യേശു അറിയപ്പെടാതെ പോകുന്നുണ്ട്, യേശു കേൾക്കപ്പെടുന്നുണ്ട്, പക്ഷേ യേശു സ്വീകരിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം യേശുവിനെ പകർന്നു കൊടുക്കുന്നവരുടെ ഇടയിലുള്ള മത്സര ഭിന്നിപ്പുകളും അവരുടെ ഇടയിലുള്ള സുതാര്യത കുറവും അവരുടെ ഇടയിലുള്ള ആ എല്ലാ വിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയാവാൻ പറ്റാത്ത അവസ്ഥയും സത്യസന്ധതയുടെ കുറവുമാണ്. അപ്പോൾ യേശുവിനെ അറിയിക്കുക എന്നുള്ളതിനപ്പുറത്ത് യേശുവിനെ സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യം വേണം. ഇന്ന് നമ്മൾ ചെയ്യുന്നതിനകത്ത് അറിയിക്കലേ ഉള്ളൂ, അത് സ്വീകരിക്കപ്പെടണം, യേശു സ്വീകരിക്കപ്പെടണം എന്നുള്ളതില്ല. അറിയിക്കാൻ നാവ് മതി, സ്വീകരിക്കാൻ അനുഭവം വേണം. അറിയിക്കാൻ നാവ് മതി, സ്വീകരിക്കാൻ അനുഭവം വേണം. യേശുവിനെ നമ്മുടെ ജീവിത അനുഭവം കൊണ്ട് നമുക്ക് പകർന്നു കൊടുക്കണം. യേശുവിനെ നമുക്കറിയാവുന്ന വാക്കുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ പോരാ. യേശുവിനെ നാം ജീവിക്കുന്ന എൻ്റെ പച്ചയായ ജീവിതം കൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മക്കൾക്കോ ജീവിത പങ്കാളിക്കോ അയൽക്കൂട്ടത്തിനോ ജോലി ചെയ്യുന്ന പൊതുസമൂഹത്തിനോ എൻ്റെ കൂടെ ഉള്ളവർക്കോ പകർന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാവുന്നത്. ഈ 2000 പേര് വിചാരിച്ചാൽ മാത്രം മതി. വേറെ എങ്ങും നമ്മൾ ഈ ഭൂഖണ്ഡങ്ങൾ സഞ്ചരിക്കണമെന്നില്ല. നമ്മളിവിടെ 3% ഉള്ളൂ, 3% താഴെയുള്ളൂ. ഈ 2000 പേര് ഇത്രമാത്രം സത്യസന്ധതയോടുകൂടി, നേരായ മനസാക്ഷിയോടുകൂടി, എല്ലാ വിധത്തിലും സൽപ്രവൃത്തികൾക്ക് മാതൃകയായി യേശു ജീവിച്ചതുപോലെ ഉരുകി തീരുന്ന മെഴുതിരി പോലെ അങ്ങനെ ഒന്ന് ജീവിക്കാൻ സാധിച്ചാൽ, അല്ലേ? ഒരു പാട്ട് പാടുന്നില്ലേ അല്ലേ? ഉരുകി അങ്ങനത്തെ ഒരു അങ്ങനെ ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് യേശുവിനെ നമ്മൾ അറിയിക്കാൻ എടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയാം. യേശു നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം പറഞ്ഞു. യേശു നമ്മെ തിരഞ്ഞെടുക്കുക ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 2000 പേരെ യേശു തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫലം പുറപ്പെടുവിക്കാനും. എങ്ങനെയുള്ള ഫലങ്ങളായിരുന്നത്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാൻ അതിൻ്റെ അടുത്ത ഭാഗമാണ്, എൻ്റെ ട്രസ്റ്റ് മുഴുവൻ അവിടെയാണ്. നിങ്ങൾ പോയി, യു മസ്റ്റ് ഗോ. എവിടേക്കാണ് പോകണ്ടേ? ഏതാ അതിർത്തി? നിന്നിൽ നിന്ന് ആദ്യം പോകണം. ഇതാണ് പോകാൻ പറയണത്. നമ്മുടെയൊക്കെ ധാരണ നമ്മൾ പോയി മിഷൻ പ്രദേശത്തൊക്കെ പോകണമെന്നാണ്. തെറ്റൊന്നുമില്ല അതിനകത്ത്. പക്ഷെ ആദ്യം ഞാൻ എന്നിൽ നിന്ന് പോകണം. ഞാൻ എന്നിൽ നിന്ന് പോകാൻ ഇപ്പോഴും തയ്യാറല്ല. ഞാൻ എന്നിലിരിക്കുക. ഞാൻ എന്നിൽ നിന്നും പോയാൽ മാത്രമേ യേശു സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഞാൻ എന്നിൽ നിന്നും പോകാതെ യേശുവിനെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ എന്നിൽ നിന്നും പോകുന്ന അവസ്ഥയാണ് യേശുവിനെ പകർന്നു കൊടുക്കുന്നത്. ഞാൻ എന്നിൽ നിന്നും പോകാതെ പറഞ്ഞു കൊടുക്കുന്നതാണ് യേശുവിനെ അറിയിക്കുന്നത്. ഞാൻ എന്നിൽ നിന്നും പോയി യേശുവിനെ പകർന്നു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഇവാഞ്ചലൈസേഷൻ. നിങ്ങൾ പോയി, നീ നിന്നിൽ നിന്നും പോകണം. നിന്നിൽ നിന്നും പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങൾ, യു ആർ അനോയിൻറ്റഡ് ആൻഡ് യു ആർ ഡെസിഗ്നേറ്റഡ്. നിങ്ങളെ നിയോഗിച്ചിരിക്കുക. എന്തിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത്? ഫലം പുറപ്പെടുവിക്കണം. എങ്ങനെയുള്ള ഫലമാ? നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കണം. ടെമ്പററി അല്ല. ടെമ്പററി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫലങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 12 ഫലങ്ങളാണ്. 9 ഇവിടെ പറയുന്നത്, 12 വേദവ്യവസ്ഥയിൽ പഠിപ്പിച്ചു നമ്മൾ. സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, അടക്കം, സഹനം, ശുദ്ധത. 12 നമ്മളെ 52 കൂട്ടം വേദവ്യവസ്ഥയിൽ പഠിപ്പിച്ചതാണ്. ഈ ഫലങ്ങൾ നിലനിൽക്കുന്ന ഫലങ്ങളായി പുറപ്പെടുവിക്കണം. നിലനിൽക്കുന്ന ഫലങ്ങളായി പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ നിലനിൽക്കുന്ന യേശു എന്നിലുണ്ടാവണം. എന്നിൽ യേശു നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ
നിൽക്കണം. നിലനിൽക്കുന്ന യേശുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നിൽ നിന്നും പുറപ്പെട്ടിരിക്കും. ഞാൻ എന്നിൽ നിന്നും പുറപ്പെട്ട് പോകുന്ന ഒരു സുവിശേഷ വേലയ്ക്കാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. എന്തിനാ തിരുസഭ ചിലരെ വിശുദ്ധന്മാരാക്കുന്നത്? രൂപക്കൂട്, നേർച്ചപ്പെട്ടി അല്ല, ഇത് രണ്ടുമല്ല. പിന്നെന്താ? ഈ വിശുദ്ധന്മാർ നമുക്ക് എന്തെങ്കിലും വെല്ലുവിളി വരുന്നുണ്ടോ? പിന്നെ നേരത്തെ ജീവനാശം പറഞ്ഞപ്പോൾ ചലഞ്ചിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അവർ നമുക്ക് എന്തെങ്കിലും വെല്ലുവിളിയുണ്ട്. വെറും വിളിയല്ല, വെല്ലുവിളി, ചലഞ്ച്, വെല്ലുവിളി വരുന്നുണ്ടോ? അവർക്ക് സാധിച്ചെങ്കിൽ നമുക്കും സാധിക്കണം. അത് ആരുടെയായിരുന്നു ഇപ്പം പറഞ്ഞത്? ഒരു വലിയ വിശുദ്ധൻ്റെയാണ്. എനിക്കും നിനക്കും എന്തുകൊണ്ട് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിശുദ്ധരാവണ്ടേ? വിശുദ്ധരാവണം. നമ്മളാരും തൊട്ടുമുത്താനും നമ്മുടെ തിരിശേഷിപ്പ് എടുത്തു വെച്ച് നേർച്ചക്കുട്ടി പണിയാനും വേണ്ടിയിട്ടല്ല. അത് സ്വാർത്ഥ ലക്ഷ്യമാണ്. നമുക്ക് സ്വർഗത്തിൽ പോകണം. നമുക്ക് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വിശുദ്ധരായാൽ മാത്രം പോരാ, എന്നെ ഏൽപ്പിച്ച് തന്നവരെയും വിശുദ്ധരാക്കണം. അവിടെയാണ് കർത്താവ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, നീ വിശുദ്ധനാവാനും നിൻ്റെ കരുതലിനും കാവലിനും ഏൽപ്പിക്കപ്പെട്ട് തന്നിട്ടുള്ളവരെ വിശുദ്ധരാക്കാനാണ്. അതാരൊക്കെയാണ്? ജീവിത പങ്കാളി, മക്കള്, കൂടപ്പിറപ്പുകൾ, ശുശ്രൂഷ ചെയ്യുന്ന മേഖലയിലുള്ളവർ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ ഇടവയിലുള്ളവർ, നമ്മുടെ പൊതുസമൂഹത്തിലുള്ളവർ. അവരെ ഇതിനകത്ത് ആരെയെങ്കിലും വിശുദ്ധരാക്കാൻ ഒരു പടി കടന്നു പോയിട്ട് കാര്യമില്ല. ഓരോ പടിയായിട്ട് തന്നെ പോകണം. അതുകൊണ്ട് ഒന്നാമത്തെ ഉത്തരവാദിത്വം അവിടെയാണ്, രണ്ടാമത്തേതാണ്, മൂന്നാമത്തേതാണ്. അവിടെ നമ്മളെ കീറി മുറിച്ച് നോക്കിയാൽ ആരെന്നറിയണം. അങ്ങനെയുള്ളൊരു വിശുദ്ധ പദവി നമുക്കെല്ലാവർക്കും ലഭിക്കിട്ടുന്ന ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 2000 പേരുടെ ഈ തീരുമാനം എന്നെ ഉരച്ചു നോക്കിയാലും എന്നെ മുറിച്ചു നോക്കിയാലും എൻ്റെ കർത്താവിൻ്റെയും എൻ്റെ മനുഷ്യരുടെയും മുമ്പിൽ എനിക്കുള്ളത് ഒരേ തുറവിയാണെന്നും ഒരേ വിശുദ്ധിയാണെന്നും ആ വിശുദ്ധിയുടെ ഒരേ തുറവിയിൽ ദൈവത്തിൻ്റെ മഹത്വവും ദൈവജനത്തിൻ്റെ നന്മയും എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട് നിർവഹിക്കപ്പെടാനും ദൈവം ഇടവരുത്തട്ടെ എന്നുള്ളതാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സാരാംശം. അത് ശക്തിപ്പെടുത്തുന്നതിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രകൃതിയെ ബലഹീനരായ മനുഷ്യനെ ശക്തിപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കും. അത് ആത്മാവിലൂടെയാണ്. യേശുവയ്ക്ക് മനസ്സിലായി ഇത്രയെല്ലാം പറഞ്ഞാലും ഇവർക്കൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ പോയി സഹായകനെ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ നമുക്കൊരു നിമിഷം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങൾ കണ്ടതും കേട്ടതും ആയ കാര്യങ്ങൾ കാണുന്നവ കേൾക്കാനും കേൾക്കുന്നവ കാണാനും തക്ക വിധത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയെ നീ വിശദീകരിക്കണമേ. മനസ്സാക്ഷിയെ നിർമ്മലമാക്കിക്കൊണ്ടും ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ടും അതിവിശുദ്ധ സ്ഥലത്ത് അനുദിനം പ്രവേശിക്കുന്ന ആ വൈദികനോടൊപ്പം ഞങ്ങളും അൾത്താരയിൽ ബലി അർപ്പിക്കുന്നവരാണ്. കർത്താവെ, ഞങ്ങൾ അർപ്പിക്കുന്ന ബലി ആത്മബലിയാവാനും ആ ബലി അർപ്പണത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ബലി അർപ്പണം പൂർത്തിയാവാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ ദിവസവും ഞങ്ങൾ ബലിയിൽ പങ്കെടുക്കുമ്പോഴും വചനം മുറിക്കുകയും അപ്പം മുറിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങളെ തന്നെ മുറിക്കേണ്ട സാഹചര്യങ്ങൾ, അവസരങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞങ്ങൾ ഒഴിഞ്ഞു മാറാതിരിക്കുവാനും ഞങ്ങളെ മുറിക്കേണ്ടവർക്ക് മുറിക്കപ്പെടുന്ന അപ്പമായി തീരുവാനും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ മുറിവിലൂടെ കർത്താവെ അങ്ങ് അറിയപ്പെടട്ടെ, അങ്ങ് മഹത്വപ്പെടട്ടെ. ആമേൻ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി.
വിഷൻ 2033 2033 ആകുമ്പോഴേക്കും ലോകം മുഴുവനും യേശുവിനെ അറിയണം. This program is so touching me. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ പേര് ഇതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ധാരാളമായിട്ട് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇറങ്ങുക, കർത്താവിന് വേണ്ടി ഇറങ്ങുക. ആമേൻ. ഹല്ലേലൂയ. തിരുസഭ തന്നിൽ പാവന റൂഹ സത്യവെളിച്ചം പകരട്ടെ. തിരുവചനത്തിൻ സാക്ഷ്യം നൽകാൻ ധീരത ഹൃത്തിൽ നിറയ്ക്കട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. യേശു മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത ലോകത്തിലെ ഏക ദൈവമെന്നുള്ള സത്യം ലോകത്തെല്ലാവരും അറിയണം. അഗ്നി അനുഭവം അക്ഷരാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണിത്. കൂടുതൽ പവർ കിട്ടി ഇതിലൂടെ. പുത്തനൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് വലിയ വെളിച്ചാണ്. കാലഘട്ടത്തിന്റെ സുവിശേഷമാണെന്ന് നമ്മൾ പ്രസംഗിക്കേണ്ടത്. യേശുവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. സുവിശേഷം ആകുക, സുവിശേഷമേകുക. ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയുവിൻ. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ സർവം നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ വരദാന ഫലങ്ങളിലേവരും ഉണരട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി.